ശാർഗദ്രൻ, ഈ ഭൂപരിഷ്കരണം 2 എന്നുള്ള പേര് അത് തന്നെ പ്രതിപക്ഷത്തെ ചൊടിപ്പിക്കുന്ന ഒന്നാണല്ലോ. എനിക്ക് അത് പിന്നെ ആലോചിക്കുമ്പോഴങ്ങനെ തോന്നുന്നുണ്ട്. വളരെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉദ്ദേശ്യശുദ്ധിയോടെയാണ് ധനമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്, വ്യവസായങ്ങൾക്ക് ഭൂമി കിട്ടാതിരിക്കുന്നതാണ് ഏറ്റവും പ്രശ്നമാകുന്നത്. പക്ഷേ ഈ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം വേണമെങ്കിൽ ഇതിനു വേണ്ടി നടക്കാമായിരുന്നു. ഇത് ബാലഗോപാൽ നേരത്തെ ഈ ലാൻഡ് മാനേജ്മെന്റ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ലാൻഡ് മാനേജ്മെന്റ് ബാങ്ക് ഇങ്ങനെയുള്ള സ്ഥലം കണ്ടുപിടിച്ച ഒരു ലാൻഡ് മാനേജ്മെന്റ് ബാങ്ക് ഉണ്ടാക്കിയിട്ട് ലാൻഡ് മാനേജ്മെന്റ് പോളിസി ഇങ്ങനെ ഈ ലാൻഡ് റിഫോംസ് എന്നൊന്നും നമുക്ക് പറയേണ്ടി വരുന്നില്ല, ഭൂപരിഷ്കരണ നിയമമൊന്നും പറയണ്ട. ലാൻഡ് മാനേജ്മെൻറ്റ് പോളിസി ഇത് സർക്കാരിനെടുക്കും. അതനുസരിച്ചൊരു ലാൻഡ് മാനേജ്മെൻറ്റ് ബാങ്ക് ഉണ്ടായിരിക്കും. അത് കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യും. ആവശ്യമുള്ളവർക്ക് യഥാസമയങ്ങളിൽ കൊടുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാവും എന്ന് പറയുന്നതാകും നല്ലതെന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഭൂപരിഷ്കരണ നിയമം 2 എന്ന് കേൾക്കുന്ന മാത്രമേ തന്നെ കേരളത്തിൽ അതിന് വലിയ എതിർപ്പുകൾ വരാനിടയുണ്ട്. കാരണം അതിൻ്റെ 2ന്റെ ഉദ്ദേശം വ്യത്യസ്തമാണ്. ഉദ്ദേശം വളരെ വ്യത്യസ്തമാണ്. ഒന്ന് കർഷകന് കൃഷിഭൂമി എന്നുള്ള ബേസിക് അടിസ്ഥാനമായിട്ടുള്ള ഒരു തത്വം ഉപയോഗിച്ചുകൊണ്ടാണ് അത് വന്നത്. വിജയകരമായിരുന്നു. കേരളത്തിൽ അതിനെ ആരൊക്കെ എന്ത് എതിർത്ത് പറഞ്ഞാലും ഒരു കാര്യമുണ്ട്, കേരളം അറിയപ്പെടുന്നത് തന്നെ ഇമാതിരി ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാക്കി എടുക്കുന്നതിനകത്ത് ഭൂപരിഷ്കരണ നിയമം തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത്. ആ ഉദ്ദേശ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു പുതിയ നയം ഈ സർക്കാരിനുണ്ട്, ഒരു നയ സമീപനം സർക്കാരിനുണ്ട്. അതനുസരിച്ചൊരു ലാൻഡ് ബാങ്ക് നമുക്കുണ്ടാവും. അത് സർക്കാരിൻ്റെ അധീനതയിലായിരിക്കും, ആവശ്യമുള്ളവർക്ക് കൊടുക്കത്തക്ക രീതിയിൽ. അതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. കാരണം അപ്പോഴത്തേക്ക് നിയമപരമായ കുരുക്കുകൾ അതുപോലുള്ള മറ്റ് നൂലാമാലകളൊക്കെ ഒഴിവാക്കി സർക്കാരിന് ഇത് സ്വതന്ത്രമായി മാറ്റുന്നതിനുള്ളൊരു സംവിധാനത്തിൽ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. എന്തായാലും ഭൂപരിഷ്കരണ നിയമം 2 എന്ന പേരോടുകൂടി ഇറങ്ങിയാൽ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. വൻ സമരങ്ങളുണ്ടാവും, വൻ പ്രതിഷേധങ്ങളുണ്ടാവും. സർക്കാരിന് ചിലപ്പോൾ ചെറുത്ത് നിൽക്കുന്നതിന് പ്രയാസം വരും. നേരത്തെ തന്നെ ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സമീപനത്തിൽ അങ്ങ് പോകുന്നതായിരിക്കും നല്ലത്. ശരി, വി.ഡി. സതീശൻ്റെ വാക്കുകളിൽ ആത്മവിശ്വാസമുണ്ട്. കാരണം ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണല്ലോ, ഒരു വിഷൻ ആണ് വന്നിരിക്കുന്നത് ഈ ബജറ്റിൽ. ഇത് യാഥാർത്ഥ്യമായാൽ വളരെ വളരെ നല്ലത്. പക്ഷേ യാഥാർത്ഥ്യമായില്ലെങ്കിൽ കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്ന ഒന്നാണ്. കാരണം വരുമാനത്തിനായിട്ട് മറ്റു മാർഗങ്ങൾ ഒന്നും പുതുതായിട്ട് ഇല്ല, അല്ലേ? അത് ശരിയാണ്. മാത്രമല്ല, പക്ഷേ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും ജനങ്ങളുടെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിച്ചിട്ടില്ല, അല്ലേ? അടിച്ചേൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ തരത്തിലുള്ള പ്രൈവറ്റ് സ്വകാര്യ മൂലധന നിക്ഷേപത്തിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തേണ്ടി വരും. അതിന് സ്വകാര്യവൽക്കരണം എന്നുള്ള പേരുദോഷം കേൾക്കേണ്ടി വരും. അതിനെ വളരെ കൃത്യമായി സർക്കാർ നിയന്ത്രണ സംവിധാനം ഉണ്ടാക്കണം. ആ നിയന്ത്രണ സംവിധാനത്തിൽ സർക്കാർ എത്രമാത്രം വിജയിക്കുന്ന അതനുസരിച്ചിരിക്കും. അത് ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇളവുകളുടെ കാര്യം വരികയാണെങ്കിൽ അതും വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾക്ക് നൽകിയിരിക്കുന്ന ഇളവുകൾ, അല്ലേ? നികുതി കുറവ് വന്നതിനൊരു പ്രധാന കാരണം ഒരു ദിവസം ഒരു ബസ്സിന് 115 രൂപ കുറവ് വരുത്തിയിരിക്കുകയാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിൽ എത്രയോ ബസ്സുകളുണ്ട്. ഇൻറ്റു 365 എന്ന് പറയുന്ന വലിയൊരു സംഖ്യയിലേക്ക് അത് പോകും. ചെറിയൊരു കാര്യമല്ല. നികുതി വരുമാനം കുറയുന്നതിന് ഒരു കാരണം വന്നിരിക്കുന്നത് അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കണക്കുകൾ തെറ്റുണ്ടെന്നും കൂടി പറയുന്നുണ്ട്. അതെന്താണെന്ന് പറയുമ്പോൾ പഴയ ഗവൺമെന്റിന്റെ അവസാന ബജറ്റിൽ കണക്കുകളിൽ തെറ്റുണ്ടെന്ന്, അതുകൊണ്ടാണ് ഈ വരുമാനത്തിന്റെ കാര്യത്തിൽ ഈ ഏറ്റക്കുറച്ചിൽ കുറവ് വന്നിരിക്കുന്നത്. പ്രതീക്ഷിക്കുന്ന വരുമാനം എന്നുള്ളതിലല്ലേ തെറ്റ് വരുന്നു. അന്നേരം അതൊരു തെറ്റാണെന്നുള്ളത് അവസാനമല്ലേ നമുക്കറിയാം. ഈ ഇളവ് കൊടുത്തിട്ടുണ്ട്. ഈ ഇളവ് വലിയൊരു ഇളവാണ്. അത് ആ ഇളവ് വന്നിട്ടുള്ളതനുസരിച്ച് റവന്യൂ വരുമാനം കുറഞ്ഞിരിക്കുന്നു. അത് വളരെ വലിയൊരു മാറ്റമാണ്. പക്ഷേ അത് വേറൊരു കാര്യം നമ്മളതിനെ ന്യായീകരിക്കേണ്ടതുണ്ട്. എന്താണെന്നറിയോ? സർക്കാർ സംവിധാനത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച സാഹചര്യത്തിൽ സ്വകാര്യ ബസ്സുകൾക്ക് വളരെ വലിയ പ്രതിസന്ധി വന്നു നേരിട്ടിരിക്കുകയാണ്. അന്നേരം അവരെ ഒന്ന് സഹായിക്കുക, അവരെ ഒന്ന് സമാധാനിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് റോഡ് ടാക്സ് കുറച്ചത്. പക്ഷേ നികുതി വരുമാനം ഖജനാവിലേക്കുള്ള വളരെ വലിയൊരു കുറവ് വരും. ഓർക്കണം, ധവളപത്രത്തിൽ എടുത്തു പറഞ്ഞത് റവന്യൂ വരുമാനം കുറയുന്നെന്നുള്ളതാണ്. റവന്യൂ ചെലവുകൾ 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നെന്നുള്ളതാണ്. റവന്യൂ ചെലവ് കൂടിയിട്ടില്ല, അല്ലേ? റവന്യൂ ചെലവ് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് 2.40 ലക്ഷം കോടിയായിരുന്നു. അത് 2.05 ലക്ഷം കോടിയായിട്ട് കാണിക്കാം, അല്ലേ? DR കുടിശ്ശിക ഇതൊന്നും കൊടുക്കുന്നതായിട്ട് പറയുന്നില്ല. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് റവന്യൂ ചെലവ് കുറയുന്നതിനായിട്ടേ, അല്ലാതെ ഉണ്ട്. പക്ഷേ എന്നാലും എനിക്ക് തോന്നി ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യത്തിൽ നമ്മൾ ഗവൺമെൻറ്റിനെ വിമർശന വിധേയമാക്കേണ്ടതുണ്ട്. ഒരുപാട് ദൂർത്ത് ഇവിടെയുണ്ട്, ഒരുപാട് ദുർവ്യയം ഇവിടെയുണ്ട്.
അത് കണ്ടുപിടിച്ച് ആവശ്യമില്ലാതെ ഒരുപാട് പ്രോജക്റ്റുകൾ, ഒരുപാട് സംവിധാനങ്ങൾക്ക്, സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊക്കെ വലിയ പണച്ചെലവാണ്. അതൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് കൂടെ ചിന്തിക്കേണ്ടതാണെന്ന്. ആ കാര്യത്തെപ്പറ്റി കാണുന്നില്ല. തീർച്ചയായും ധനമാനേജ്മെൻറ്റ് വിദഗ്ധർ അതിനെപ്പറ്റി സർക്കാരിന് ആവശ്യമുള്ള ഉപദേശങ്ങൾ കൊടുക്കും. അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുമെന്ന് പറയാം. പക്ഷേ ഈ പറയുന്ന ഈ പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുക അത് ആകെക്കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് മതിയാകുമോ? 30,000 കോടി എന്നുള്ളത് നേരത്തെ 35,000 കോടി അല്ലേ? കേരളത്തിൽ അതൊരു ഹാസ്യമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വലിയൊരു പദ്ധതി വിഹിതം വയ്ക്കും, ബഡ്ജറ്റ്. ഞാനതൊന്ന് 30-35% ഫൈനലായിട്ട് ചിലവഴിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഗവൺമെൻറ് ഇത് കണക്ക് കൂട്ടിയതും ഇത് നടപ്പിലാക്കുന്നതും ഒരു അന്തരം വളരെ വലുതാണ്. ഇവിടെ ഇപ്പം ഇവരൊരു കാര്യം ചെയ്യുന്നു, ഒരു സമാധാനം കുറച്ച് എന്ന് വിചാരിച്ച് 30,000 കോടി രൂപയുടെ വികസനം ഉണ്ടാവണമെങ്കിൽ പണമൊക്കെ എങ്ങനെ വരും? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണത് കേട്ടോ. എന്തായാലും പ്ലാൻ ഫണ്ടായിട്ട് അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ പ്ലാൻ ഫണ്ട് റീടൈൻ ചെയ്തിരിക്കുന്നത് പ്ലാനിംഗ് ബോർഡ് നിലനിർത്തണമെങ്കിൽ അത് വേണമല്ലോ. ശരി, എന്തായാലും സ്വകാര്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കും എന്നുള്ള സൂചനയാണ് ഈ ബജറ്റിൽ വന്നത്. അതൊരു സംശയമില്ല. ധാതു സമ്പത്ത് പണമാക്കാൻ ലക്ഷ്യമിട്ട് തെക്കൻ കേരള സാമ്പത്തിക ഇടനാഴി സാമ്പത്തിക പ്രതിസന്ധിയിൽ നികുതി വർധനയില്ലെന്ന് ആശ്വസിക്കാം. ഇന്ധന സെസ് കുറയ്ക്കുമെന്ന പ്രഖ്യാപനം പക്ഷേ വന്നിട്ടില്ല. ഇതും ഈ ബജറ്റിൽ കാണാവുന്ന കാര്യങ്ങളാണ്. ഇന്ധന സെസിന്റെ കാര്യത്തിൽ തീരുമാനം പക്ഷെ പ്രതീക്ഷിച്ച കാര്യമൊന്നും അല്ല അല്ലേ? പക്ഷെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, ഈ മുൻ സർക്കാരിന്റെ കാലത്ത് ഇന്ധന സെസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഈ പെട്രോൾ ഡീസൽ വില കൂടുമ്പോൾ അധിക നികുതി വരുമാനം എന്തുകൊണ്ട് സർക്കാർ വേണ്ടെന്ന് വെക്കുന്നില്ല എന്ന് ചോദിച്ചവരും തന്നെയാണ് അധികാരം. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴല്ലേ? ഭരണപക്ഷത്തിനുമ്പോൾ അതിനകത്ത് അഭിപ്രായം മാറുമല്ല. ഇന്നലെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഷാജി ഒരു കാര്യം അറബിക്കടലിൻ്റെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ പറയും. പക്ഷേ പ്രായോഗികമായിട്ട് വരുമ്പോൾ ഒരു സർക്കാരിൻ്റെ തുടർച്ചയല്ലേ മറ്റൊരു സർക്കാർ. അവിടെ വലിയ അടിമുടി മാറ്റമൊന്നും വരുത്താൻ വെക്കില്ല കേട്ടോ. മാത്രമല്ല സർക്കാർ ഇതും പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഇപ്പോൾ പെട്രോൾ ഡീസൽ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന അധിക നികുതി വരുമാനം ഇല്ലാതാകുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചിട്ട് ആ നികുതി വരുമാനം എന്തിനു വേണ്ടെന്ന് വെക്കണം എന്നുള്ള കാര്യം കൂടി ഉണ്ടാകുമായിരിക്കും. എന്തായാലും വയോജനങ്ങളെയും ജൻസികളെയും ഒരേപോലെ ചേർത്ത് പ്രഖ്യാപനങ്ങൾ. വയോജനങ്ങൾക്ക് സിൽവർ ഇക്കോണമി, സാങ്കേതിക മുന്നേറ്റം ഉപയോഗപ്പെടുത്തി ജൻസികൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും എന്നും ബജറ്റ് പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. ജൻസികൾക്ക് അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വകാര്യ മേഖലയെ ഡിപ്പെൻഡ് ചെയ്യണം, സ്വകാര്യ നിക്ഷേപത്തിനെ വരുത്തണം. അവിടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ മാറ്റിമറിക്കുന്ന ശക്തികളിലൊന്നാണ് ജൻസി. ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചു വളർന്ന ഇവർക്ക് സാങ്കേതിക വിദ്യ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. റോബോട്ടിക്സ്, ഡാറ്റാ സയൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, വിർച്വൽ റിയാലിറ്റി തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റങ്ങൾ ഇവർ ഏറ്റവും വേഗത്തിൽ സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ധാർമ്മികത, സ്വകാര്യതയുടെ സംരക്ഷണം, സൈബർ സുരക്ഷ, മാനുഷിക മൂല്യങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്റ്റാർട്ടപ്പുകൾ, ഇന്നവേഷൻ ഹബ്ബുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, സ്മാർട്ട് വ്യവസായങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ യുവതലമുറയുടെ സൃഷ്ടിപരമായ മികവുകളും സാങ്കേതിക മികവുകളും ഒരുമിപ്പിക്കാവുന്നതാണ്. ഈ മേഖലയുടെ വികസനത്തിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. മലയാളം നമ്മുടെ അഭിമാനവും വിജ്ഞാന പൈതൃകവുമാണ്. നിർമ്മിത ബുദ്ധിയുടെ ഈ യുഗത്തിൽ അത് പിന്തള്ളപ്പെട്ടു പോകരുത്. മലയാളത്തിന്റെ ഒരു തുറന്ന ഡാറ്റാ സെറ്റ് എല്ലാവർക്കും സൗജന്യമായി ലഭ്യമാക്കിയും വിപണിയിലെത്തിക്കാവുന്ന മലയാളം AI മാതൃകകളുടെ വികസനത്തിന് പിന്തുണ നൽകിയും കേരളം ഒരു മലയാളം AI സംരംഭം ആരംഭിക്കും. ഇതിനായി 10 കോടി രൂപ മാറ്റിവെക്കുന്നു. വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും. സർ, വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. യുവജനങ്ങളുടെ ഭാഗത്തു നിന്ന് പിന്തുണ കിട്ടിയതാണ് വി ഡി സതീശന്റെ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള പല പ്രഖ്യാപനങ്ങളും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് തന്നെ ജൻസികളെ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. അത് തന്നെ ഇത് വന്നിട്ടുമുണ്ട്. പക്ഷേ ഈ പ്രഖ്യാപനത്തെ താങ്കൾ എങ്ങനെ കാണുന്നു ഡോക്ടർ ശാർഗധരൻ? മുഖ്യമന്ത്രി എന്ന് തന്നെ പറഞ്ഞതിന് അതിന്റെ കാര്യം അതാണല്ല. ജൻസിയെ ചേർത്ത് പിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് വന്നിട്ടുള്ളതെന്ന് അവർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുന്നത് തികച്ചും അനിവാര്യമാണ്. നമ്മൾ ആഗോള തലത്തിൽ നോക്കിയാൽ അവിടെയെല്ലാം യുവജനങ്ങൾക്ക് പുതിയ സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്നതിനും അതിന് ശിക്ഷണം നൽകുന്നതിനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട്.
പിന്നെ അവരുടെ തൊഴിലവസരങ്ങളും അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സോ ഏത് രീതിയിലും നോക്കിയാൽ ആഗോള സമ്പദ് വ്യവസ്ഥ മുഴുവനായി ഈ പറഞ്ഞ നൂതന സാങ്കേതിക വിദ്യകളെ ആശ്രയിച്ച് മുന്നേറുന്ന കാലഘട്ടത്തിലാണ് കേരളം മാറി നിന്നിരുന്നാൽ അതിൻ്റെ ഫലം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള യുവജനങ്ങൾ വെളിയിലേക്ക് അങ്ങ് പോകും. അവരെവിടെ പിടിച്ചു, പക്ഷെ അത് അവരെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി അത് വലിയ ഊന്നലാണല്ലോ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി അക്കാര്യം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് എത്രമാത്രം പ്രായോഗികമാണ്? പിടിച്ചു നിർത്തണം എന്നുള്ള കാര്യം ശരിയാണ്, പക്ഷേ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ അത് എത്രമാത്രം ഉപയോഗപ്പെടും? ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചാൽ സർക്കാരിന് ആ കാര്യം കൊണ്ടുവരുന്നതിന് കേരളത്തിലൊരു വിഷമമില്ല. കേരളത്തിലെ ജൻസിയെ സംബന്ധിച്ചോളം ഈ കാര്യങ്ങളിൽ അവർ പൂർണ്ണ ബോധ്യവാന്മാരാണ്. അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതാണ്. ഇവിടെ കിട്ടുന്നില്ലതുകൊണ്ടാണ് അവർ പോകാൻ നിൽക്കുന്നത്. ഇവിടെ കിട്ടുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നതിന് അത്ര വലിയ പ്രയാസങ്ങളൊന്നും ഇല്ല കേട്ടോ. അവിടെയാണ് ഒരു കാര്യം വരുന്നത്. അതിനുവേണ്ടിയുള്ള പണം എങ്ങനെയെന്ന് ചോദിച്ചാലാണ് സ്വകാര്യ നിക്ഷേപം വേണ്ടി വരുന്നതും അതുപോലെ വിദേശ യൂണിവേഴ്സിറ്റികളുമായി സഹകരിക്കേണ്ടി വരുന്നതും ഒക്കെ. പക്ഷേ വിദേശ യൂണിവേഴ്സിറ്റികളൊക്കെ സഹകരിക്കുമ്പോഴും വീണ്ടും വലിയ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് സ്ഥലം കൊടുക്കണം എന്നുള്ള കാര്യം അതല്ല കാര്യം പ്രധാനം. അവർ വലിയ യൂണിവേഴ്സിറ്റികൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എത്ര ലാഭം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ ബിസിനസ്സാണ്. അന്നേരം എന്താ പറയുക, അവരുടെ കോർ സ്റ്റാഫൊന്നും ഇവിടെ വരില്ല. അവർ ചിലപ്പോൾ ഇവിടുന്ന് ഹയർ ചെയ്തൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. അന്നേരം ആ നിലവാരമൊക്കെ ചിലപ്പോൾ ഉയർന്നു പോയെന്നിരിക്കത്തില്ല. അന്നേരം നമ്മൾ തന്നെ സ്വന്തമായിട്ട് അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരു ഡിജിറ്റൽ സംവിധാനങ്ങളും ഒക്കെ ഡിജിറ്റൽ എക്കണോമിയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് തന്നെ ഉണ്ടാവണം. അത് ഉണ്ടായാലാണ് മറ്റുള്ളവരെ വിളിക്കുക. അതേസമയം ഇപ്പോൾ തന്നെ സ്വകാര്യ സർവകലാശാലകളുടെ ക്യാമ്പസ്, വിദേശ സർവകലാശാലകളല്ല, ക്യാമ്പസ് കേരളത്തിൽ ഉണ്ടല്ലോ. അത് എത്രമാത്രം പ്രയോജനപ്പെടുന്നുണ്ട് അവർക്ക്? അത് മാത്രമല്ല, ചില സെമസ്റ്ററുകൾ വെളിയിൽ പോയി പേര് പറയുന്നില്ല. കേരളത്തിൽ നടത്തുന്ന സർവകലാശാലകൾ പലതും സ്വകാര്യ സർവകലാശാലകൾ അവരുടെ കുട്ടികളെ ടിൻ സമ്പ്രദായത്തിൽ, കാരണം 1-2 സെമസ്റ്റർ അവിടെ പോയി പഠിക്കും. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു എക്സ്ചേഞ്ച് അവർ ചെയ്യുന്നുണ്ട്. അവിടുത്തെ സ്റ്റുഡൻസിനെ ഇവിടെ കൊണ്ടുവരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കുട്ടികൾ നേരിട്ട് വിദേശ സർവകലാശാലകൾ തേടി പോകുന്നതിനേക്കാൾ ഗുണകരമാണോ അല്ലയോ എന്നുള്ളത്? ഗുണകരമാണ്. എങ്കിലും വേറൊരു കാര്യം എന്നറിയാം, ഒരു സ്വകാര്യ സംവിധാനത്തിലാവുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള ചൂഷണങ്ങളും അതിനകത്തുണ്ടാവും. അവിടെ ഒരു ലാഭത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. സർക്കാർ സംവിധാനത്തിൽ അതിന് വ്യത്യാസമാണ്. സർക്കാർ സംവിധാനം അതിനുണ്ടാക്കുകയാണ്. സ്വകാര്യ സർവകലാശാലകൾ വരുന്നതിന്, സ്വകാര്യ സ്ഥാപനങ്ങൾ വരുന്നതിന് സർക്കാരിനെ നിയന്ത്രിക്കാനാവുമെങ്കിൽ നിയന്ത്രണ വിധേയമായി കൊണ്ടുപോയാൽ അതിനൊക്കെ കൂടുതൽ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ. സെമസ്റ്റർ ഇൻ കേരള എന്നുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതായത് അപ്പോൾ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് നടക്കുമല്ലോ അല്ലേ? എക്സ്ചേഞ്ച് പ്രോഗ്രാം വരും. എക്സ്ചേഞ്ച് പ്രോഗ്രാം വരുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് വരുന്നത്. അതേപോലെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അതനുസരിച്ച് ഉയർന്നെങ്കിലേ എക്സ്ചേഞ്ചിന് അവർ തയ്യാറാവത്തുള്ളൂ. മനസ്സിലായില്ല? അതൊരു കാര്യമാണ്. ശ്രീ ശാർഗധരൻ, ഇതെല്ലാം കേൾക്കാൻ നല്ല പദ്ധതികളാണ് അല്ലേ? പക്ഷേ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.